നമസ്കാരം. പതുങ്ങി പതുങ്ങി ചിലർ നമുക്ക് മുൻപിൽ വരും. എന്നിട്ട് പകലിന്റെ വെളിച്ചത്തിൽ പ്രലോഭനങ്ങൾ നൽകി ഇരുട്ടിന്റെ മറവിൽ അവർ അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കും. വൺ ഇന്ത്യ വൺ പെൻഷൻ പദ്ധതി. സഹോദര, പതുങ്ങി പതുങ്ങിയല്ല വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന പ്രസ്ഥാനം ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നത്. പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ഇരുട്ടിന്റെ മറവിൽ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുമല്ല OIOP എന്ന പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. പട്ടിണി പാവങ്ങളടങ്ങുന്ന ജനലക്ഷങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നിറക്കുന്ന ഖജനാവ് ചില വിഭാഗങ്ങൾക്ക് മാത്രം തീരെഴുതി കൊടുത്തതിനെതിരെ കൃത്യമായി ശബ്ദമുയർത്താൻ, ദൂർത്തടിക്കുന്ന പകൽ കൊള്ളക്ക് പര്യവസാനം കുറിക്കാൻ OIOP എന്ന പ്രസ്ഥാനത്തിന് ഈ പകൽ വെളിച്ചം തന്നെ ധാരാളം. വൺ ഇന്ത്യ വൺ പെൻഷൻ പദ്ധതി. ഈ പേര് കേട്ടപ്പോൾ ആർക്കും സംശയം തോന്നിയിരുന്നില്ല. എന്നാൽ ഒളിച്ചിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, കൊണ്ടുവരൂ, തെളിവ് കൊണ്ടുകൊടുക്കൂ ജനങ്ങൾക്ക്. ജനങ്ങൾ കാണട്ടെ. OIOP എന്ന പ്രസ്ഥാനം വെല്ലുവിളിക്കുന്നു ജനങ്ങൾക്ക് തെളിവ് കൊണ്ടുകൊടുക്കാൻ. വൺ ഇന്ത്യ വൺ പെൻഷനെതിരെ വീഡിയോ ചെയ്യാൻ കാണിച്ച ഈ ഒരു ആവേശം ഞങ്ങളുടെ വെല്ലുവിളിയും ഏറ്റെടുക്കാൻ കാണിക്കണം എന്ന് ഒരു അപേക്ഷയുണ്ട്. കൃത്യമായ തെളിവായിരിക്കണം. അല്ലാതെ ആരോ എവിടെയോ ഛർദിച്ചു വെച്ചത് അങ്ങനെ കോരിയെടുത്ത് ഒരു മഞ്ഞപ്പത്രത്തിൽ അച്ചടിച്ചു വന്നതുപോലെയല്ല. കൃത്യമായ തെളിവ് ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കൂ. വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് RSS സൃഷ്ടിയാണെന്ന് സംസ്ഥാന ഇന്റലിജൻസ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. സഹോദര, സർക്കാർ ഓഫീസിലാണോ സമർപ്പിച്ചത്? അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിന് പോലും വിലയില്ലാത്ത ഏതെങ്കിലും മഞ്ഞപത്രത്തിന്റെ ഓഫീസിലാണോ? അതല്ലെങ്കിൽ താങ്കളുടെ ചാനലിന്റെ ഓഫീസിലാണോ സമർപ്പിച്ചത്? സഹോദര, ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കൃത്യമായ തെളിവുകൾ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കണം. അല്ലാതെ തലയും വാലുമില്ലാത്ത ഈ സംസാരം ഇന്ന് ജനങ്ങൾക്കിടയിൽ വിലപ്പോകൂല സഹോ. ഏകീകൃത പെൻഷൻ എന്ന ആശയത്തിലെ ജനകീയത മുതലെടുത്ത് തങ്ങളുടെ അജണ്ടകൾ നടപ്പിൽ വരുത്തുന്നതിനുള്ള ദീർഘകാലത്തേക്കുള്ള ശ്രമങ്ങളാണ് RSS മൂവ്മെന്റിലൂടെ ലക്ഷ്യമിടുന്നത്. അതെ, തീർച്ചയായിട്ടും ദീർഘകാലത്തേക്കുള്ള ഒരു ശ്രമം തന്നെയാണ്. അല്ലാതെ നിങ്ങളൊക്കെ വിചാരിച്ചോ OIOP എന്ന പ്രസ്ഥാനം ഈ ഒരു ആശയം മുൻപോട്ട് വെച്ച് അത് കഴിഞ്ഞാൽ പിന്തിരിഞ്ഞ് ഓടിപ്പോകുമെന്ന്? കാലങ്ങൾ ഒരുപാടായില്ലേ പട്ടിണി പാവങ്ങളായ മനുഷ്യരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അവർക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങൾ, അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ OIOP എന്ന പ്രസ്ഥാനത്തിന് ചെയ്തു തീർക്കാനുണ്ട്. അത് നിങ്ങൾ ആരോപിക്കുന്ന പോലെ RSS അല്ല, വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന മഹത്തായ പ്രസ്ഥാനമായിരിക്കും. പൊതുസമൂഹത്തിൽ RSSകാരനാണെന്ന ലേബലില്ലാത്ത RSSൽ ശക്തമായ വേരുകളുള്ള ആളുകളെയാണ് ഈ പദ്ധതിയെ നിയന്ത്രിക്കുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതെന്ത് റിപ്പോർട്ടാണ് സഹോ? ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ അടിവേര് തപ്പിപ്പിടിക്കാൻ വെറും നിമിഷങ്ങൾ മാത്രം മതി എന്നിരിക്കെ ഇനി എന്തിനാണ് ശക്തമായ ഒരു വേരിന്റെ കണക്ക് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് സഹോദര? 2018 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ശതകോടീശന്മാരുടെ എണ്ണം 119 ആണ്. അവരുടെ വരുമാനത്തിന് കേവലം 1% സെസ് ഏർപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ 60 വയസ്സ് പിന്നിട്ട എല്ലാ പൌരന്മാർക്കും 10,000 രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പെൻഷൻ കൊടുക്കാൻ സാധിക്കും എന്നിരിക്കെ വൺ ഇന്ത്യ വൺ പെൻഷൻ ഈ ആവശ്യം ഉന്നയിക്കാത്തത് മുതലാളിത്ത കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് അലോസരം സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനം പോലും ഉണ്ടാവാതിരിക്കാൻ അതീവ ജാഗ്രതയുള്ളതുകൊണ്ട്. അതേതായാലും കലക്കി. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, വലിയ വലിയ സമ്പന്നരിൽ നിന്ന് 1% സെസ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ 10,000-ഓ അതിൽ കൂടുതലോ പെൻഷൻ തുക മുഴുവൻ ജനങ്ങൾക്കും നൽകാൻ കഴിയുമെന്നുള്ളത്. അത് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന പ്രസ്ഥാനം പറയാത്തത് എന്തുകൊണ്ടാണെന്നാ പറഞ്ഞത്? കേൾക്കട്ടെ, ഒന്നുകൂടി കേൾക്കട്ടെ ജനങ്ങൾ. വൺ ഇന്ത്യ വൺ പെൻഷൻ ഈ ആവശ്യം ഉന്നയിക്കാത്തത് മുതലാളിത്ത കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് അലോസരം സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനം പോലും ഉണ്ടാവാതിരിക്കാൻ ആണല്ലോ. അപ്പോ ഏതാനും ചില മാസങ്ങൾ മാത്രം പ്രായമുള്ള വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന പ്രസ്ഥാനത്തിനോട് ഇവരിത് പറയുമ്പോ ഇക്കണ്ട കാലമത്രയും മാറി മാറി വന്ന ഗവൺമെന്റുകൾ ഈ പറഞ്ഞ സംഭവം ചെയ്യാത്തത് കോർപ്പറേറ്റ് മുതലാളികളുടെ താൽപര്യങ്ങളെ അലോസരപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ചുരുക്കി പറഞ്ഞാൽ കോർപ്പറേറ്റ് മുതലാളിമാരെ സംരക്ഷിക്കുകയായിരുന്നു അവരെ അലോസരപ്പെടുത്താൻ മാറി മാറി വന്ന ഈ ഗവൺമെന്റുകൾ വിസമ്മതിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലേ? പറയൂ, ജനങ്ങളോട് നിങ്ങൾ തുറന്നു പറയൂ. പറയൂല സഹോ, താങ്കൾ എന്നല്ല, താങ്കളെപ്പോലുള്ള മാധ്യമങ്ങൾ അതൊന്നും തുറന്നു കാണിക്കൂല. ഇക്കണ്ട കാലമത്രയും ഇതൊന്നും ജനങ്ങളോട് ഒരു മാധ്യമവും തുറന്നു പറഞ്ഞിട്ടില്ല.
ഇങ്ങനെ മാധ്യമങ്ങളും വേണ്ടപ്പെട്ടവരും പറയാതെ ഇരുന്നപ്പോഴാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന പ്രസ്ഥാനം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നത്. റിട്ടയർമെന്റ് പെൻഷൻ ലഭിക്കണമെങ്കിൽ ഓരോ ജീവനക്കാരനും തന്റെ അടിസ്ഥാന ശമ്പളവും ഡിഎയും കൂടിയ തുകയുടെ 10% പെൻഷൻ വിഹിതമായി അടയ്ക്കണം. ഈ വസ്തുതയും സംഘടന മറച്ചുവെക്കുന്നുണ്ട്. OIOP എന്ന സംഘടന എല്ലടോ മറച്ചുവെക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം വാതുറക്കുന്ന, അവരെ മാത്രം ഓച്ചാനിച്ചു നിൽക്കുന്ന നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളാണ് അതെല്ലാം മറച്ചുവെക്കുന്നത്. 10% മറച്ചുവെച്ചു പോലും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അവരുടെ ശമ്പളത്തിൽ നിന്ന് 10% കൂട്ടുമ്പോൾ ബാക്കിയുള്ള 10% ആരാണ് കൂട്ടിച്ചേർക്കുന്നത്? പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക്, കൃത്യമായി പറഞ്ഞു കൊടുക്കണം ബാക്കി 10% ആരാണ് ഇടുന്നതെന്ന്. ബാക്കിയുള്ള 10% ചേർക്കേണ്ടത് നമ്മളെപ്പോലെയുള്ള പൊതുജനങ്ങൾ, പൊതു ഖജനാവിൽ നിന്നാണ് ആ 10% പോകുന്നത്. അത് എന്തിന് നിങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കണം? നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ അത് തുറന്ന് കാണിക്കുകയില്ല എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. പക്ഷേ ഇതെല്ലാം OIOP എന്ന പ്രസ്ഥാനം വിളിച്ചു പറയും ജനങ്ങളോട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുട്ടിന്റെ മറവിലല്ല, ഈ പകൽ വെളിച്ചത്തിൽ സത്യസന്ധമായി വിളിച്ചു പറയാനാണ് OIOP എന്ന പ്രസ്ഥാനം വന്നിരിക്കുന്നത് എന്നുകൂടി നിങ്ങൾ മറക്കണ്ട. ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കലും അവരെ പൊതുജനങ്ങളുടെ ശത്രുപക്ഷത്ത് നിർത്തലും കോർപ്പറേറ്റ് അജണ്ടയുടെ ഭാഗമാണ്. ഇല്ല ഇല്ല ഇല്ല, ഒരാളെയും ശത്രുപക്ഷത്ത് നിർത്താൻ OIOP എന്ന പ്രസ്ഥാനം തീരുമാനിച്ചിട്ടില്ല. ഓരോ ഇന്ത്യൻ പൗരനെയും ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ മുൻപോട്ടു പോകാനാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന പ്രസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത്. തുല്യനീതി, തുല്യ പെൻഷൻ നടപ്പിലാക്കിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് മുഴുവനും നന്മയുള്ള പ്രവർത്തനങ്ങളുമായി വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന പ്രസ്ഥാനത്തിന്റെ ജൈത്രയാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നന്ദി, നമസ്കാരം.